50,500 എന്ന് പറഞ്ഞ നിഫ്റ്റിയിലെ സ്പോട്ട് മാർക്കറ്റ് പൊട്ടിയിട്ടില്ല എങ്കിൽ 27,000 നിഫ്റ്റി എത്താനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗ്രേറ്റ് ഈഗിൾ ടെക് ഗോ ചാർട്ടിംഗ് പവേർഡ് ബൈ മല്ലു മാർക്കറ്റ് പ്രൊഫൈൽ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ സംഭവബഹുലമായ ബീഹാർ ഇലക്ഷൻ കഴിഞ്ഞിരിക്കുന്നു. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും മാർക്കറ്റിൽ പ്രതീക്ഷയോടുകൂടി അപ്രോച്ച് ചെയ്തൊരു ഇലക്ഷൻ ആയിരുന്നു. 2020 ബീഹാർ ഇലക്ഷന് JDU BJP ഏറ്റവും വലിയ ഒറ്റകക്ഷി ആയിട്ട് വന്നെങ്കിൽ കൂടി ആ സമയത്ത് JDUവിന്റെ ഒരു ഡിമാൻഡ് ഉള്ളത് കൊണ്ട് അന്ന് ആ ഒരു ഇക്വേഷൻ ഒക്കെ മാർക്കറ്റിലേക്ക് ബാധിച്ചിട്ടായിരുന്നു. പിറ്റേ ദിവസം മാർക്കറ്റ് ഗ്യാപ്പ് ഒക്കെ ഓപ്പൺ ചെയ്ത് കുറച്ച് ദിവസം മാർക്കറ്റ് ആ ഒരു ആരാണ് മുഖ്യമന്ത്രി ആവും എന്നൊക്കെ ഒരു ചരട് വലികളുണ്ടല്ലോ രാഷ്ട്രീയപരമായിട്ടുള്ള, അങ്ങനെ കുറച്ചൊക്കെ മാർക്കറ്റ് വോളറ്റിലിറ്റി കൂടി നിഫ്റ്റി ഏകദേശം പറഞ്ഞ ഒരു 10-600 പോയിന്റോളം ഒരാഴ്ച കൊണ്ട് നിഫ്റ്റി കയറി. അന്നത്തെ വെച്ച് 12,000-നകത്തൊക്കെ ആയിരുന്നു നിഫ്റ്റി ഉണ്ടായിരുന്നത്. ഏകദേശം പറഞ്ഞാൽ ഒരു ഓൾമോസ്റ്റ് ഒരു 4% to 5% ഒരു മൂവ്മെന്റ് നിഫ്റ്റിയെ സംബന്ധിച്ച് ഉണ്ടായിരുന്നു കഴിഞ്ഞ 2020 ബീഹാർ ഇലക്ഷന്. അപ്പൊ അന്നത്തേനെക്കാട്ടിയും ഇന്ന് ഏറ്റവും കൂടുതൽ മെജോറിറ്റി കൂടിയാണ് കറണ്ട് ഇൻക്യുമെന്റ് ഗവൺമെന്റ് വന്നിരിക്കുന്നത്. അപ്പൊ അത് പ്രകാരം അങ്ങനെ ആണെങ്കിൽ മാർക്കറ്റ് നല്ല രീതിയിൽ മുന്നോട്ട് പോകേണ്ട ഒരു കാര്യം. നിഫ്റ്റിയെ സംബന്ധിച്ച് ഒരു 5% മൂവ് എന്നൊക്കെ പറഞ്ഞാൽ നിഫ്റ്റി ഇവിടുന്ന് 27,000 വരെ എത്തേണ്ട ചാൻസ് ഒക്കെ വളരെയധികം കൂടുതലാണ്. സ്റ്റിൽ ഞാൻ അത് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. മാർക്കറ്റിന്റെ ഞാൻ എൻ്റെ ഒരു 2 ആഴ്ച മുമ്പേയുള്ള ഒരു ട്വിറ്ററിലും ബാക്കി നമ്മുടെ ടെലിഗ്രാമിലൊക്കെ ഞാൻ നിഫ്റ്റി 27,000 വരുമെന്ന് പറഞ്ഞൊരു പോസ്റ്റ് ഇട്ടുമ്പോൾ പലരും ചോദിച്ചിട്ടുണ്ട്, പേഴ്സണലായി ചോദിച്ചിട്ടുണ്ടായിരുന്നു, മാർക്കറ്റ് അങ്ങനെ ഒരു പോസിബിലിറ്റി ഇല്ലല്ലോ, താഴേക്ക് ഇറങ്ങി വരുന്നുണ്ടല്ലോ അതിനുശേഷം. അങ്ങനെ ഞാൻ അതിൻ്റെ ഒരു വ്യൂ മാത്രമാണ്, മാർക്കറ്റിലേക്കുള്ള എൻ്റെ ഒരു വ്യൂ മാത്രമാണ് ഞാൻ അത് കൃത്യമായി പറഞ്ഞത്. ഇപ്പം നിങ്ങൾക്ക് അറിയാൻ പറ്റും, നമ്മുടെ വ്യൂ എന്ന് പറഞ്ഞാൽ പലതരം എക്സ്റ്റേണൽ എഫേർട്സ്, പലതരം എന്തുവാണ് കാര്യങ്ങളും ഡിസ്കഷൻസും ഡിസിഷൻസും ചാർട്ട് റീഡിങ് അനാലിസിസ് ഒക്കെ മൂലമാണ് ആ ഒരു റിപ്പോർട്ട് ഞാൻ തയ്യാറാക്കുന്നത്. അപ്പം എന്നെ സംബന്ധിച്ച് ആ റിപ്പോർട്ട് പറഞ്ഞപ്പോൾ പലരും പറഞ്ഞു, സാർ അത് അവിടുന്ന് സാർ പറഞ്ഞ ശേഷം മാർക്കറ്റ് 500 പോയിന്റ് അടിച്ചു. എന്നെ സംബന്ധിച്ച് ഒരു പ്രിസ്ക്രൈബ്ഡ് ആയിട്ടുള്ള ഒരു സെറ്റപ്പ് എന്ന് പറയുമ്പോൾ അതൊരു വ്യൂവിന് വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ നൽകിയത്. സോ സ്റ്റിൽ ഞാൻ എന്താണ് നിഫ്റ്റി 27,000 വരുമെന്ന ആ ഒരു കാര്യത്തിൽ തന്നെ ഉറച്ചു നിൽക്കുന്നുണ്ട്. പക്ഷെ അത് മാർക്കറ്റിന് ടൈം എടുക്കും. മാർക്കറ്റിനെ സംബന്ധിച്ച് ഇന്ന് നാളെ 27,000 വരണമെന്ന് ഒരു നിർബന്ധവുമില്ല, അതിന് ടൈം എടുക്കും. ബട്ട് സ്റ്റിൽ ഞാൻ 25,500 എന്ന് പറഞ്ഞ നിഫ്റ്റിയിലെ സ്പോട്ട് മാർക്കറ്റ് പൊട്ടിയിട്ടില്ല എങ്കിൽ 27,000 നിഫ്റ്റി എത്താനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. ഇത് എൻ്റെ ഒരു മന്ത്ലി വ്യൂ ആണ്. അപ്പൊ ഇനി മുതൽ 3-4 അപ്ഡേഷൻസ് പറയാനുണ്ട്. ഇനി മുതൽ എല്ലാ സാറ്റർഡേസിലും നെക്സ്റ്റ് വീക്കിലേക്കുള്ള MCXന്റെ ഗോൾഡ്, സിൽവർ, നാച്ചുറൽ ഗ്യാസ് ആൻഡ് ക്രൂഡിന്റെ ഒരു വീഡിയോ കാണുന്നതാണ്. സെപ്പറേറ്റ് വീഡിയോ വന്നിരിക്കും, അത് ഓർത്തോളുക. എൻ്റെ മെമ്പർഷിപ്പിന്റെ ഒരു അതാണ് യൂട്യൂബ് മെമ്പർഷിപ്പ് 299 ഒരു പാക്ക് ഉണ്ട്. അതിനകത്ത് ഞാൻ ഫ്യൂച്ചേഴ്സിന്റെ വീഡിയോസ് ആണ് പോസ്റ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഫ്യൂച്ചേഴ്സിന്റെ വീഡിയോസ് തന്നെ വേണമെന്നുണ്ടെങ്കിൽ അതിനെ ഫോളോ ചെയ്ത് അതിനകത്ത് ഫ്യൂച്ചേഴ്സിന്റെ വീഡിയോസ് കൊടുക്കുന്നുണ്ട്. ആ ഒരു കാര്യങ്ങളൊക്കെ നൽകുന്നുണ്ട്. പിന്നെ ഇനി മുതൽ 2 ആഴ്ചയിൽ ഒരിക്കൽ നമുക്ക് യൂട്യൂബിൽ ലൈവ് ഇരുന്ന് എല്ലാ സൺഡേസിലും ഒരു ഉച്ചയ്ക്ക് 11:30 മണിക്ക് നമുക്ക് യൂട്യൂബിൽ ലൈവ് ഇരുന്നതിന് ശേഷം മാർക്കറ്റിനെ കുറിച്ചുള്ള അടുത്ത വരാൻ പോകുന്ന ഒരാഴ്ചത്തേക്കുള്ള മാർക്കറ്റിന്റെ വ്യൂ ഞാൻ നമുക്ക് ഡിസ്കസ് ചെയ്ത് നിങ്ങളുടെ ഡൗട്ട്സും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒരു 1 hour സെഷനിൽ യൂട്യൂബിൽ ലൈവ് കൊടുക്കുന്നതിനെ കുറിച്ചും ഒരു അപ്ഡേഷൻ ഉണ്ട്. ഇങ്ങനെ ഒരു കാര്യം. പിന്നെ ഈ വരാൻ പോകുന്ന ജാനുവരി ഒക്കെ എൻഡിലാകുമ്പം പുതിയൊരു റീവാംപ്ഡ് ആയിട്ടുള്ള ഒരു മാർക്കറ്റ് പ്രൊഫൈൽ ആൻഡ് ഓർഡർ ഫ്ലോയുടെ അപ്ഗ്രേഡഡ് വേർഷൻ ട്രേഡിംഗ് മെന്ററിംഗ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അത് വളരെയധികം വലിയൊരു ബാച്ച് ആയിരിക്കും. ഒന്ന്, രണ്ടാമത് അതിൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയ കുറേ അപ്ഡേറ്റ്സുകളുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ഓപ്ഷൻസിന്റെ എന്താണ് ഏത് സ്ട്രൈക്ക് നിങ്ങൾ മേടിക്കണം, ഇൻഡിവിജ്വൽ സ്റ്റോക്സിനെ കുറിച്ച് കാണും, ഇൻഡിവിജ്വൽ സ്റ്റോക്ക് ഫ്യൂച്ചേഴ്സിനെ കുറിച്ച് കാണും. അങ്ങനെയുള്ള ഫുള്ളി പവർ പാക്ഡ് ആയിട്ടുള്ള എന്തുവാണ് ഒരു മാർക്കറ്റ് പ്രൊഫൈൽ ആൻഡ് ഓർഡർ ഫ്ലോയുടെ അപ്ഗ്രേഡഡ് വേർഷൻ ആണ് ഈ വരാൻ പോകുന്ന ജാനുവരി എൻഡിൽ വരാൻ പോകുന്നത്. അപ്പൊ ഇത്രയൊക്കെ കുറച്ച് അപ്ഡേഷൻസ് ആണ് ഇനി വരാൻ പോകുന്ന കാര്യങ്ങളിൽ. ഇപ്പൊ നിങ്ങൾ പറഞ്ഞതുപോലെ ഇനി MCXന്റെയും ക്രൂഡ് ഓയിലിന്റെയും നാച്ചുറൽ ഗ്യാസിന്റെയും ഗോൾഡും സിൽവറും XAUയുടെ അമേരിക്കൻ മാർക്കറ്റിലുള്ള ഗോൾഡിന്റെ സിൽവറിന്റെയും പിന്നെ നാച്ചുറൽ ഗ്യാസും ക്രൂഡ് ഓയിലിന്റെയും MCXന്റെ ഒരു റിവ്യൂ, വീക്കിലി റിവ്യൂ ഇന്ന് മുതൽ എൻ്റെ ചാനൽ അവൈലബിൾ ആണ്. സോ ഇനിയും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ദയവ് ചെയ്തൊരു സബ്സ്ക്രൈബ് ബട്ടൺ കൊടുത്തിട്ട് പോവുക. ഇപ്പൊ എന്നെ സംബന്ധിച്ച് ഞാനിത് ഇൻഫ്ലുവൻസർ എന്നൊന്നും രീതിയൊന്നുമല്ല. ഐ എം ജസ്റ്റ് സ്റ്റാർട്ടഡ് എന്താണ് നിങ്ങൾക്ക് ഒരു പോസിറ്റീവായ രീതിയിലുള്ള പല കാര്യങ്ങളും തരാൻ വേണ്ടി ഞാൻ എൻ്റെ ഭാഗത്തു നിന്നുള്ള സമയക്കുറവ് മൂലം പല നടക്കുന്നതിലും കൂടി ഞാൻ മാക്സിമം ശ്രമിക്കുന്നുണ്ട്. ഇനിയും കുറച്ചും കൂടെ നല്ല രീതിയിലുള്ള ഒരു കമ്മ്യൂണിറ്റി, ഒരു ട്രേഡിംഗ് കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യണമെന്ന് എനിക്ക് വളരെ ആഗ്രഹമുണ്ട്. അതിനൊരു എന്താണ്
ഒരു വിൻ വിൻ സിറ്റുവേഷൻ. എൻ്റെ കൂടെ ഉള്ളവർക്കും നിങ്ങളായാലും ആരായാലും നിങ്ങൾക്ക് ആർക്കെല്ലാവർക്കും ഒരു എന്തുവാണ് എൻഡ് ടു ഡേ ആകുമ്പോൾ ഒരു പച്ച കളർ MGM ഒരു പോസിറ്റീവായ രീതിയിൽ വരണം എന്നൊക്കെ ഒരു പ്രതീക്ഷയോടു കൂടിയാണ് ഞാൻ പുതിയ പുതിയ കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കുന്നത്. അതിൽ എല്ലാത്തിലും നിങ്ങളുടെ സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് മാർക്കറ്റ് പ്രൊഫൈലിന്റെ വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം പലരും സെൻസെക്സിനെ കുറിച്ച് എന്നോട് ചോദിച്ചു, സെൻസെക്സ് സാറേ തരാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചു വന്നായിരുന്നു. കാരണം ഒന്നുമല്ല, ഞാനിപ്പം ഗോ ചാർട്ടിങ്ങിന്റെ ഒഫീഷ്യൽ പാനലിസ്റ്റ് ആയതുകൊണ്ട് ഈ സെൻസെക്സിൽ ഇപ്പോഴും BSE നിങ്ങൾ നോക്കിയാൽ ഈ ബുധനാഴ്ച വരെയുള്ള ഇൻഡെക്സ് മാത്രമേ കാണുന്നുള്ളൂ സെൻസെക്സിൽ, അതിനുശേഷമുള്ള ഇൻഡെക്സിൽ. ഇപ്പൊ നിഫ്റ്റിക്ക് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിഫ്റ്റിയിൽ കഴിഞ്ഞ ഇന്നലെ വരെ ഡേറ്റ അപ്ഡേറ്റ് ആണ്, പക്ഷേ സെൻസെക്സിൽ ഗോ ചാർട്ടിങ് അങ്ങനെ അപ്ഡേഷൻ വരുന്നില്ല. ഞാൻ അവരുടെ അടുത്ത് അത് ഇൻഫോം ചെയ്തിട്ടുണ്ട്, അവരത് റെക്ടിഫൈ ചെയ്യാമെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഫ്യൂച്ചേഴ്സ് വരുന്നുണ്ട്, പക്ഷേ സ്റ്റോക്സ് ഇൻഡെക്സിൽ വരുന്നില്ല, അത് റെക്ടിഫൈ ചെയ്യാന്നവർ പറഞ്ഞിട്ടുണ്ട്. ഇനിയും നിങ്ങൾ ഗോ ചാർട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഈ ഗോ ചാർട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അതിനൊരു ലിങ്ക് ഞാൻ എൻ്റെ ഇതിനകത്തുള്ള ഒരു ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാകും. നിങ്ങൾക്ക് ഫസ്റ്റ് മന്ത് 20% ഓഫർ കിട്ടും. അതെടുത്ത് നിങ്ങൾക്ക് ഗോ ചാർട്ടിങ് യൂസ് ചെയ്യുന്നതാണ്. റിലയബിൾ ആയിട്ടുള്ള ഒരു ഓർഡർ ഫ്ലോയും റിലയബിലിറ്റി ഉണ്ട്. മാർക്കറ്റ് പ്രൊഫൈലും നല്ല റിലയബിലിറ്റി ഉള്ള സോഫ്റ്റ്വെയർ ആണ് ഗോ ചാർട്ടിങ്. വെബ് ബേസ്ഡ് ആണ്. 1200 രൂപയ്ക്ക് എൻ്റെയൊക്കെ കാലഘട്ടത്തിൽ ഞാനൊക്കെ അത് ഓർഡർ ഫ്ലോ മാർക്കറ്റ് പ്രൊഫൈലൊക്കെ എടുക്കുമ്പോൾ ഒരു വർഷം 3 ലക്ഷം രൂപ 4 ലക്ഷം രൂപയൊക്കെ ഡേറ്റ പാക്കും നല്ല രീതിയിൽ എടുത്തിട്ടുണ്ട്. അന്നും 1 ലക്ഷം അടുപ്പിച്ച് ഡേറ്റ പാക്കിനാവുമായിരുന്നു. അതേ സാധനം നിങ്ങൾക്ക് 12,000 രൂപയ്ക്ക് ഒരു വർഷം ഡേറ്റ ഇത് നിങ്ങളുടെ കൈത്തുമ്പിൽ നിങ്ങൾക്ക് ലാപ്ടോപ്പിൽ സർവർ കീപ്പ് ചെയ്യേണ്ട അങ്ങനെ എല്ലാം ചെയ്യുന്ന രീതിയിൽ ഗോ ചാർട്ട് തന്നെ സെറ്റ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഗോ ചാർട്ട് ഉപയോഗിക്കുന്നതാണ്. നമുക്ക് മാർക്കറ്റ് പ്രൊഫൈലിന്റെ റിവ്യൂലേക്ക് കടക്കാം. നിഫ്റ്റിയെ സംബന്ധിച്ച് നിഫ്റ്റി മൺഡേയിൽ ഒരു ഓപ്പണിംഗ് വന്നിട്ട് അതൊരു ന്യൂട്രൽ താഴേക്ക് മൺഡേയുടെ ഹൈ ലോ ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോയ ഒരു വീക്കായിരുന്നു. ഒരു ന്യൂട്രൽ സ്റ്റീം അപ്പ് വീക്കാണ് നിഫ്റ്റിയെ സംബന്ധിച്ച് കഴിഞ്ഞ മൺഡേയിൽ ഉണ്ടായിരുന്നത്. നിഫ്റ്റി നോക്കിയാൽ നിങ്ങൾക്കറിയാം ന്യൂട്രൽ സ്റ്റീം അപ്പായിട്ട് കൂടി തലേദിവസത്തെ കഴിഞ്ഞ വീക്കിലെ POCയുടെ ഭാഗത്ത് മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് പോയി. എന്നിട്ട് ഓൾമോസ്റ്റ് ന്യൂട്രൽ സ്റ്റീം അപ്പിനെ സംബന്ധിച്ച് POCയുടെ അടുത്തായിരിക്കണം മാർക്കറ്റ് ക്ലോസ് വരണം, ഇല്ലെങ്കിൽ അതൊരു ഡേഞ്ചർ ആയിട്ടുള്ള പ്രൊഫൈലായിട്ട് മാറും. പക്ഷേ നമ്മുടെ ഭാഗ്യത്തിന് ആ ഒരു ഡേഞ്ചർ ഈ ഒരു വീക്കിൽ വന്നിട്ടില്ല. കാരണം അവൻ ഏകദേശം പറഞ്ഞാൽ 25,900 എന്ന് പറഞ്ഞ POCയുടെ ഭാഗത്തൊക്കെ തന്നെയാണ്, 915 എന്ന് പറഞ്ഞ ഭാഗത്താണ് നിഫ്റ്റി ക്ലോസ് ചെയ്തത്. ചുരുക്കി പറഞ്ഞാൽ ആ ഒരു ഡേഞ്ചർ സൈൻ മാറിയിട്ടാണ് നിഫ്റ്റി കൃത്യമായിട്ട് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതേപോലെ നമ്മൾ ബാങ്ക് നിഫ്റ്റി നോക്കിക്കഴിഞ്ഞാൽ ബാങ്ക് നിഫ്റ്റി ഒരു ന്യൂട്രൽ സ്റ്റീം മൺഡേയുടെ ലോ കട്ട് ചെയ്തിട്ടാണ് ട്യൂസ്ഡേ പോയത്, അവിടെ തിരിച്ച് കയറി. ഇപ്പം ബാങ്ക് നിഫ്റ്റി ഒരു ന്യൂട്രൽ സ്റ്റീം അപ്പായിട്ടാണ് വന്നിരിക്കുന്നത്. ബാങ്ക് നിഫ്റ്റിയും ആ ഒരു ഡേഞ്ചർ ഒക്കെ ഏകദേശം പറഞ്ഞാൽ വലിയ 58,535 ഭാഗത്ത് ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ക്ലോസ് ചെയ്യുന്ന അവിടെയാണ്. POC നിൽക്കുന്ന 58,340 ഭാഗം. ചുരുക്കി പറഞ്ഞാൽ വേണമെങ്കിൽ റിട്രേസ്മെന്റ് ഈ POCയുടെ ഭാഗത്ത് കിട്ടുകയാണെങ്കിൽ ഒരു ബാങ്ക് നിഫ്റ്റി മുമ്പിൽ തരാം. ബാങ്ക് നിഫ്റ്റി സംബന്ധിച്ച് ഞാൻ ഇപ്പോൾ നോക്കുന്നില്ല, കാരണം നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞ 4 ആഴ്ച മൺഡേ 20 ഒക്ടോബർ തൊട്ട് ബാങ്ക് നിഫ്റ്റി 58,600നും 57,500നും ഇടയ്ക്കുള്ള റേഞ്ച് കിടന്ന് കളിക്കുകയാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ 58,600 എന്ന് പറയുന്നത് ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് ഒരു സ്പോട്ടിൽ ഒരു ഹെവി ഹഡിലാണ്. ഈ ഒരു ഹെവി ഹഡിൽ ബാങ്ക് നിഫ്റ്റി കടക്കുകയാണെങ്കിൽ മാത്രമേ ഒരു 1000 പോയിന്റിന്റെ ഒരു അപ്പോർഡ് റാലിക്ക് ബാങ്ക് നിഫ്റ്റിക്ക് ചാൻസ് ഉള്ളൂ. അപ്പോൾ ആദ്യം എന്ത് ചെയ്യണം? ബാങ്ക് നിഫ്റ്റി 58,600 എന്ന് പറഞ്ഞ ഭാഗം കട്ട് ചെയ്ത് പോയാൽ മാത്രമേ ബാങ്ക് നിഫ്റ്റിയിൽ എന്താണ് ഒരു ഹൈക്ക് വളരെയധികം ചാൻസ് കാണുന്നുള്ളൂ. നിഫ്റ്റിയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയെ സംബന്ധിച്ച് ഈ 26,000 അല്ലെങ്കിൽ 26,000 എന്ന് പറഞ്ഞ ഒരു ബിഗ്ഗസ്റ്റ് ഹാർഡിലുണ്ട്. ഈ 26,000ന് മുകളിൽ നിഫ്റ്റി സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ സ്പോട്ട് മാർക്കറ്റിൽ ഫർദർ ഒരു റാലിക്കും ചാൻസ് ഉണ്ട്. അപ്പം ഞാൻ ആദ്യം പറഞ്ഞു 25,500 നിഫ്റ്റി സസ്റ്റെയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നുണ്ടെങ്കിൽ ഇവൻച്വലി മാർക്കറ്റ് എവിടെ വരണം? 27,000ന്റെ ഭാഗത്തേക്ക് നിഫ്റ്റി വരേണ്ട ചാൻസ് വളരെയധികം കൂടുതലായിരിക്കും. ഇനി നമുക്ക് നോക്കേണ്ട മിഡ് ക്യാപ്പ് തമ്മിൽ ഭേദം 90 എന്ന് പറഞ്ഞ ഒരു ട്രെൻഡിങ് അപ്പോടി ഒരു ഡിപ്പ് വന്നതിന് ശേഷം പിന്നെ വീണ്ടും ഇങ്ങനെ കയറി പോയായിരുന്നു. മിഡ് ക്യാപ്പ് ഒരു ട്രെൻഡിങ് അപ്പായ ഒരു പ്രൊഫൈലായിരുന്നു. 13,850ന്റെ 50ന്റെ ഭാഗത്താണ് PO, 60ന്റെ ഭാഗത്ത് POs നിൽക്കുന്നു. ഓൾമോസ്റ്റ് ആ ഭാഗത്തിനടുപ്പിച്ചൊക്കെ തന്നെ ക്ലോസ് ചെയ്തിരിക്കുന്നു. മിഡ് ക്യാപ്പിൽ താഴേക്ക് ഇറങ്ങി വരുന്നുണ്ടെങ്കിൽ അപ് ടു 13,637 വരെയുള്ള കുറച്ച് സിംഗിൾ പ്രിന്റുകൾ ഫില്ല് ചെയ്യാനുള്ള ചാൻസ് മിഡ് ക്യാപ്പിനെ സംബന്ധിച്ച് കൂടുതലാണ്. സോ താഴേക്ക് വരികയാണെങ്കിൽ 13,600ന്റെ ഭാഗത്തേക്ക് മിഡ് ക്യാപ്പിൽ വരാനുള്ള ചാൻസ് വളരെയധികം ഉണ്ട്. സോ മൺഡേയിൽ വരുന്ന ഗ്യാപ്പ് അപ്പ് ഇപ്പം ഗിഫ്റ്റ് നിഫ്റ്റി നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് ഈ ഗോ ചാർട്ടിങ്ങിലില്ല, ഈ ട്രേഡിംഗ് നിങ്ങൾ എടുക്കുമ്പോൾ ഏകദേശം 26,000 ഗിഫ്റ്റ് നിഫ്റ്റി ഏകദേശം പറഞ്ഞാൽ 26,020ന്റെ ഭാഗത്തൊക്കെയാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. സോ 26,020ന്റെ ഭാഗത്തൊക്കെ മാർക്കറ്റ് ക്ലോസ് ആയിരിക്കും. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ഭാഗത്ത് അപേക്ഷിച്ച് ഒരു 10-50 പോയിന്റ് ഗ്യാപ്പ് അപ്പിലൊക്കെ ആയിരിക്കും മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നത്. അത് ഇനി നമ്മൾ പ്രതീക്ഷിക്കാത്ത ഗ്യാപ്പ് മാർക്കറ്റിൽ വരാനുള്ള ചാൻസും വളരെയധികം കൂടുതലും കൂടാണ്. കാരണം അത് മാർക്കറ്റ് നല്ല രീതിയിലുള്ള ഹെവി വോളിയം കഴിഞ്ഞ ഇന്നലെ വൈകിട്ട് ലാസ്റ്റ് 2:45 തൊട്ടുള്ള 3 മണി തൊട്ട് 3:30 വരെ സമയം ആ അരമണിക്കൂറിൽ ഹെവി ഒരു വോളിയം ബിൽഡപ്പ് ഞാൻ മാർക്കറ്റ് പ്രൊഫൈൽ ഓർഡർ ഫ്ലോയ്ക്കകത്ത് കണ്ടായിരുന്നു ഫ്യൂച്ചേഴ്സിൽ.
സോ അത് പ്രകാരം വേണമെങ്കിൽ അതൊരു ഇൻസിസ്റ്റിംഗ് വോളിയം ആണെങ്കിൽ മൺഡേയിൽ നല്ല രീതിയിലൊരു ഗ്യാപ്പ് പോലുള്ള ചാൻസ് വളരെയധികം കൂടുതലായിരിക്കും. ഇതാണ് എൻ്റെ ഒരു വീക്കിലി ഒരു വ്യൂ. ഇനി നമുക്ക് നോക്കേണ്ടത് ഡെയിലി ഉള്ള വ്യൂ, ബാക്കിയുള്ള അനാലിസിസ് ചെയ്തതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള കാര്യത്തിലേക്ക് കൊടുക്കാം. നിങ്ങൾ നോക്കിയാൽ അറിയാം, മിഡ് ക്യാപ്പ് നമ്മുടെ ബെയറിഷിനും ബുള്ളിഷിനും ഇടയ്ക്ക് തന്നെ കിടന്ന് കളിച്ചു. ഈ 14-ാം തീയതി തൊട്ട് നമുക്ക് ഈ ബെയറിഷിനും ബുള്ളിഷിനും ഇടയ്ക്ക് തന്നെയാണ് മിഡ് ക്യാപ്പ് കളിച്ചത്. ഒരു മാറ്റവും ഇല്ലാതെ ഈ രണ്ട് ഇര വിഴുങ്ങിയ പാമ്പ് കിടക്കുന്നത് പോലെ ആ ബുള്ളിഷിനും ബെയറിഷിനും ഇടയ്ക്ക് കൃത്യമായിട്ട് കളിച്ച ഒരു ദിവസവും ഉണ്ടായിരുന്നു ഇന്നലെ ഉണ്ടായിരുന്നത്. വലിയ ലെവൽസിനൊന്നും മാറ്റമില്ല. ഞാൻ POC ഒന്നേ മാറ്റുന്നുള്ളൂ. ആ POC ഒന്ന് മാറ്റി വയ്ക്കുക. 13,852 POC. ഞാൻ ഈ 3 ദിവസത്തെ പ്രൊഫൈലുകൾ ഒന്ന് മെർജ് ചെയ്യുന്നു. കാരണം മാർക്കറ്റ് ഒരേ റേഞ്ച് ആയതുകൊണ്ട് ഞാൻ ഈ പ്രൊഫൈലുകളെ 3നെയും മെർജ് ചെയ്തിട്ട് നമുക്ക് കുറച്ചും കൂടെ ഈസി ആയിട്ട് പറ്റും. 13,860 POC. ഇപ്പം ഞാൻ ആ 3 ദിവസത്തെ കൂടെ തേർഡ് 13,860 എന്ന് പറഞ്ഞ ആ POCയുടെ ഭാഗത്തേക്ക് ഞാനൊന്ന് കൊണ്ടുവന്നു. ഇനി നമ്മൾക്ക് എന്നെ സംബന്ധിച്ച് ഞാൻ ഇനി ബൈയെ കുറിച്ച് ചിന്തിക്കുന്നുണ്ടെങ്കിൽ, ബൈ എന്ന് പറയുമ്പോൾ 13,000 കൃത്യമായിട്ട് പറയണമെങ്കിൽ 13,900 എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ 13,000 എത്രയാണ്, ഈ ഒരു 13,950-നും 60-നും മുകളിൽ മാത്രമേ ഞാൻ ഇനി സ്പോട്ടിനുള്ള ഒരു ബൈയെ കുറിച്ച് ചിന്തിക്കുന്നു. എത്രയാണ്? 13,960-ന് മുകളിൽ മാത്രമേ ഞാൻ ഒരു സ്പോട്ടിൽ ബൈയെ കുറിച്ച് ചിന്തിക്കുന്നുള്ളൂ. അത് 14,010, 14,065, 14,110 എന്നുള്ള സെയിം ലെവലിലേക്ക് പോകും. കാരണം മിഡ് ക്യാപ്പിനെ സംബന്ധിച്ച് ലെവൽ ഒന്നും ബ്രേക്ക് ചെയ്തിട്ടില്ല, അങ്ങനെ തന്നെ കടന്നു. ബെയറിഷ് റഫറൻസും സെയിം ആണ്. 13,780-ന് പകരം ഞാൻ ഒരു കാര്യം ചെയ്തു. 13,780 തന്നെയാണ് ഈ ഒരു ലോ. ഈ 13,780 പൊട്ടുകയാണെങ്കിൽ മാത്രം ഫസ്റ്റ് താഴേക്ക് വരാം. ഫസ്റ്റ് എത്രയാണ്? ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടി വരാം, 700-ന്റെ ഭാഗത്തേക്ക് വരാം, പിന്നെ 650-ന്റെ ഭാഗത്തേക്ക് വരാം, സെക്കൻഡ് 606-ന്റെ ഭാഗത്തേക്ക്. അപ്പോൾ ഇതായിരിക്കും മിഡ് ക്യാപ്പിനെ സംബന്ധിച്ചുള്ള ഒരു റെഫറൻസ് ലെവലുകൾ. മിഡ് ക്യാപ്പ് ഇന്നലെ ഒരു ട്രേഡും തന്നില്ല, പക്ക ആ റേഞ്ച് കിടന്ന് റേഞ്ചിനെ എന്താണ് ഒരു നമ്മൾ റേഞ്ചിനെ അക്സെപ്റ്റ് ചെയ്ത് റേഞ്ചിനോട് നമ്മളെന്താണ് സ്നേഹം കാണിച്ചുകൊണ്ട് നടന്നുപോയൊരു മിഡ് ക്യാപ്പ് ആയിട്ട് ഇന്നലെ സംഭവിച്ചത്. ഇനി നമുക്ക് നോക്കണം ബാങ്ക് നിഫ്റ്റി. ബാങ്ക് നിഫ്റ്റി ആദ്യത്തെ ഓപ്പണിംഗ് ക്യാൻഡിലിൽ നിന്ന് ബെയറിഷ് റെഫറൻസ് പൊട്ടിയായിരുന്നു വന്നത്. പക്ഷെ നമ്മളെ സംബന്ധിച്ച് 5 മിനിറ്റ് ക്യാൻഡിലെ ലോവറിൽ അല്ലെങ്കിൽ ഹയറിൽ മാത്രമേ ലെവൽ ട്രേഡിംഗ് ആക്റ്റീവ് ആവുള്ളൂ. അപ്പം 5 മിനിറ്റിന്റെ ലോ പൊട്ടിയിട്ടില്ല. സോ അവൻ ഈ ഭാഗത്ത് തന്നെ ഇര വിഴുങ്ങിയ പാമ്പ് കിടന്നതുപോലെ എവിടെ കിടക്കുന്നു? ഈ POCക്കും ബെയറിഷ് റെഫറൻസിനും ഇടയ്ക്ക് തന്നെയാണ് കൃത്യമായിട്ട് കിടക്കുന്നത്. ഞാൻ ബാങ്ക് നിഫ്റ്റിയെ ഞാനൊന്ന് മെർജ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. കാരണം ഈ 3 ദിവസവും ഒരേ റേഞ്ചിൽ തന്നെ കിടന്നുകൊണ്ട് ഞാൻ ബാങ്ക് നിഫ്റ്റി ഒന്ന് മെർജ് ചെയ്തു. ഓൾമോസ്റ്റ് 58,340-ന്റെ ഭാഗത്താണ് POC. ഞാൻ ഈ POC ഒന്ന് താഴേക്ക് കൊണ്ടുവന്നു. മെർജഡ് POC ആണ്. 58,340-ന്റെ ഭാഗത്തേക്ക് വന്നു. റെഫറൻസിന് ഒരു മാറ്റവും ഇല്ല. 58,620-ന് മുകളിൽ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ 58,733, 889, 59-ന്റെ ഭാഗത്തേക്ക് ബാങ്ക് നിഫ്റ്റി പോകാം. 58,073-ന് താഴെ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ 57,957, 57,770, 57,628. ബാങ്ക് നിഫ്റ്റിക്കും ഈ റെഫറൻസ് ലെവലിന് ഒരു മാറ്റവും ഇല്ല. മൺഡേയും ഈ റെഫറൻസ് ലെവലിലാണ് നിങ്ങൾ ഫോക്കസ് ചെയ്ത് ട്രേഡ് ചെയ്യേണ്ടത്. ഇനി നമുക്ക് നോക്കേണ്ട നിഫ്റ്റിയാണ്. ബെയറിഷ് റെഫറൻസ് മോർണിംഗിൽ പൊട്ടി താഴേക്ക് ഇറങ്ങി, വീണ്ടും പൊട്ടി താഴേക്ക് ഇറങ്ങി. ചുരുക്കി പറഞ്ഞാൽ നിഫ്റ്റിയിൽ ഒരു ഈവന്റ് ഡേ ആയതുകൊണ്ട് ട്രേഡിംഗ് ഞങ്ങൾക്ക് മെന്ററിംഗ് ബാച്ചിൽ ട്രേഡിംഗ് ഇല്ല, ചെയ്തവരുണ്ട്. പക്ഷെ ഞാനത് സൈലന്റ് ആയി ട്രേഡിംഗ് ചെയ്തിട്ടില്ല. കാരണം എന്ന് വെച്ചാൽ എന്നെ സംബന്ധിച്ച് ഈവന്റ് ഡേ ഇസ് എ പാസ് ഡേ ഫോർ മീ. കാരണം ആ ഈവന്റ് ഡേയിൽ ഉണ്ടാവുന്ന ഹൈയും ലോയും എന്നെ സംബന്ധിച്ച് ഒരു ഇമ്പോർട്ടൻറ്റ് ബെഞ്ച് മാർക്ക് ആയിട്ട് വർക്കും. ആ ഹൈക്ക് മുകളിൽ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ പുതിയൊരു ട്രെൻഡ് അപ്സൈഡിലേക്ക് വരാം. ഇല്ല, ലോവർ ലെവലിലേക്ക് താഴെ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ എന്താണ്, പുതിയൊരു ലെവൽ താഴേക്ക് വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ആ ഒരു ഈവന്റ് ഡേ ആയതുകൊണ്ട് നല്ല രീതിയിൽ മൊമെന്റം വരാനുള്ള ചാൻസ് ഉള്ളതുകൊണ്ട് ഞാൻ അതിനെ വാച്ച് ചെയ്ത് അതിനെ ബ്രേക്ക് ചെയ്ത് ട്രേഡ് ചെയ്യാൻ ഞാൻ മാക്സിമം ശ്രമിക്കാറുള്ളൂ. സോ ഞാൻ പറഞ്ഞ ലാസ്റ്റ് ഈ ഒരു അരമണിക്കൂറിൽ ഹെവി ആയിട്ടുള്ള വോളിയം വന്ന 2 ക്യാൻഡിൽ നല്ല കിടിലം ആ ഒരു എൻ്റയർ സ്ട്രക്ചറിനെയും ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് ക്ലോസ് ചെയ്തൊരു ദിവസവും കൂടെ ആയിരുന്നു ഫ്രൈഡേയിൽ സ്പോട്ടിലുണ്ടായത്. അപ്പം നമുക്ക് നോക്കേണ്ടത്, ഞാൻ ഈ നിഫ്റ്റിയെ സംബന്ധിച്ച് നിഫ്റ്റി ഞാൻ 3 ദിവസം ഒരേ റേഞ്ച് ആയിരുന്നു. നിഫ്റ്റി ഒരു ന്യൂട്രൽ സ്റ്റീം അപ്പായിരുന്നു ഫ്രൈഡേയിൽ വന്നത്. ഒരു POC നിൽക്കുന്ന 25,804 ഭാഗത്താണ്. ഒരു സ്പൈക്ക് കൃത്യമായിട്ട് കിടപ്പുണ്ട്. സോ നിഫ്റ്റിയുടെ POC ഞാനൊന്ന് മാറ്റി, എത്രയാക്കി മാറ്റി? 25,804-ന്റെ ഭാഗത്തേക്ക് മാറ്റി. എത്രയാണ്? 25,804 ഭാഗത്തേക്ക് ഞാൻ POC ഒന്ന് കൊണ്ടുവന്നു. ഇനി ഫ്രഷ് ബൈ എന്ന് പറഞ്ഞാൽ 25,968-ന് താഴെ, 25,968-ന് താഴെ 25,968-ന് മുകളിൽ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിഫ്റ്റി ഒരു ബൈയെ കുറിച്ച് ചിന്തിക്കാം. അങ്ങനെയാണെങ്കിൽ ആ ബൈ ഞാൻ പറഞ്ഞ പോലെ എവിടെ പോവാം? ഫസ്റ്റ് ടാർഗറ്റ് 25,000
26,000 ഫസ്റ്റ് ടാർഗറ്റ് നമ്മൾ 26 എന്ന് പറഞ്ഞ ഒരു ബിഗ് റൗണ്ട് നമ്പറിന്റെ ഭാഗത്തേക്ക് പോകും. എത്രയാണ്? 26,000 എന്ന് പറഞ്ഞ ബിഗ് റൗണ്ട് നമ്പറിന്റെ ഭാഗത്തേക്ക് പോകും. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതിന് മുകളിൽ ഫ്രഷ് ബിഗസ്റ്റ് മൂവ്മെന്റ് ആണ്. അതിന് മുകളിൽ നിൽക്കുകയാണെങ്കിൽ അടുത്ത 26,000 എത്രയാണ്? 26,080 ഭാഗത്തേക്ക് പോകും. 26,080 ഭാഗത്തേക്ക് 26,080 50 റേഞ്ചിലേക്ക് ഭാഗത്തേക്ക് 80 ഭാഗത്തേക്ക് പോകാനും അതിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ എവിടെ പോവാം? അടുത്തത് ഈ ഒരു ഹൈ 26,100 എത്രയാണ്? ഈ ഒരു ഹൈ വന്ന ഏരിയ 26,130 നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് 26,150 അല്ലെങ്കിൽ 35 എന്നൊരു ഇമ്പോർട്ടൻറ്റ് ഏരിയ ഉണ്ട്. 26,135 എന്ന് പറഞ്ഞാൽ ഒരു പഴയ ഒരു ഹൈ ആണ്. നമ്മൾ കഴിഞ്ഞ വർഷത്തെ ആ ഒരു വാല്യൂവിലെ ലോ ഹൈ ആണ്. ആ ഭാഗത്തേക്ക് ബാങ്ക് ക്യാപ് നിഫ്റ്റി വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതൽ. ചുരുക്കി പറഞ്ഞാൽ 25,962 മുകളിൽ സസ്റ്റെയിൻ ചെയ്യുന്ന 26,000 പോവാം. 26,000 കടക്കുകയാണെങ്കിൽ സ്മൂത്ത് ആയിട്ടുള്ള ഒരു മൂവ്മെന്റ് 26,080 26,135 ഭാഗത്തേക്ക് പോവാം. 26,135 കട്ട് ചെയ്ത് ഓപ്പൺ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു പുതിയൊരു ആൾ ടൈം ഹൈയിലേക്ക് നിഫ്റ്റി വരാനുള്ള ചാൻസ് നമ്മുടെ പഴയ കഴിഞ്ഞ വർഷം വന്ന ആൾ ടൈം ഹൈ ഇല്ലേ അത് ടച്ച് ചെയ്യാനുള്ള ചാൻസ് വളരെയധികം കൂടുതലായിരിക്കും. ഇനി ഞാൻ ബെയറിഷ് റെഫറൻസ് ഞാൻ മാറ്റുന്നത് 25,728 താഴെയാണ് ഞാൻ ആ ബെയറിഷ് റെഫറൻസിനൊന്ന് മാറ്റുന്നത്. 25,728 താഴെ മാത്രമേ ഞാൻ ഒരു സെല്ലിങ് എടുക്കുന്നുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ആ സെല്ലിങ് എവിടെ വരാം? 25,680 ഭാഗത്തേക്ക് വരാം. 25,680 ഭാഗത്തേക്ക് നിഫ്റ്റി വരാം. അതിന് താഴെ സസ്റ്റെയിൻ ചെയ്യുമ്പോൾ 25,620 എത്രയാണ്? 25,620 25,620 ഭാഗത്തേക്ക് വരാനും 620 പൊട്ടുകയാണെങ്കിൽ അതിന് താഴെ പിന്നെ നമ്മളെ സംബന്ധിച്ച് 25,560 എത്രയാണ്? 25,560 25,560 ഭാഗത്തേക്ക് വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലായിരിക്കും. ശരിക്കും പറഞ്ഞാൽ 25,728 പൊട്ടിയാൽ മാത്രമേ നിഫ്റ്റിയിൽ ഒരു സെല്ലിങ്ങിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കാവുള്ളൂ. അത് ഈ പറഞ്ഞ റെഫറൻസ് ലെവലിലേക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. ഒരു കാര്യം എല്ലാവർക്കും വേണ്ടി പറയാണ്, മൺഡേ ഇപ്പോൾ ഹെവി ആയിട്ടുള്ളൊരു ഗ്യാപ്പ് അപ്പാണ് മാർക്കറ്റിൽ വരുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്യുക. ആദ്യത്തെ അരമണിക്കൂർ, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറയുന്ന പോലെ ആദ്യത്തെ അരമണിക്കൂർ എടുക്കുക. അരമണിക്കൂറിന്റെ ക്യാൻഡിലിനെ വ്യക്തമായിട്ട് വാച്ച് ചെയ്യുക. അതിനകത്ത് വോളിയം ബിൽഡപ്പ് ഉണ്ടെങ്കിൽ ആ ക്യാൻഡിലെ ഹൈയോ ലോയോ കട്ട് ചെയ്ത് മാർക്കറ്റ് പോകുന്നുണ്ടെങ്കിൽ സസ്റ്റെയിൻ ചെയ്ത് നിൽക്കുന്നുണ്ടെങ്കിൽ ഒരു ട്രേഡ് നിങ്ങൾക്ക് ഇനിഷ്യേറ്റ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് ചാടിക്കേറിയോ ഗ്യാപ്പ് മിസ്സായി പോകുമെന്ന് വിചാരിച്ചുകൊണ്ട് ദേവി ചെയ്ത് ഉള്ള പൈസ എല്ലാം കൊണ്ടിട്ട് മൺഡേയിൽ ഗ്യാപ്പ് അപ്പിൽ തന്നെ പൊസിഷൻ എടുത്ത് പണി വാങ്ങിച്ച് പിടിക്കരുത്. സോ എല്ലാവരും വീഡിയോ കാണുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളെ ട്രേഡിംഗ് ഫ്രണ്ട്സിന് വീഡിയോ അയച്ചു കൊടുക്കാനും മറക്കാതിരിക്കുക. ടേക്ക് കെയർ ആൻഡ് ഹാപ്പി വീക്കെൻഡ് ടു ഓൾ ഓഫ് മൈ ട്രേഡിംഗ് ഫ്രണ്ട്സ്.